പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു യുദ്ധം വരികയാണ്. ഇതിനെപ്പറ്റി നമുക്ക് യാതൊരു വിധത്തിലുള്ള എക്സ്പെക്റ്റേഷനും ഇല്ല. ഇതിന് യുദ്ധം നടക്കുകയാണെങ്കിൽ നമുക്ക് ട്രൂപ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് റോളിംഗ് സ്റ്റോക്കുകൾ വേണം, ട്രെയിൻ വേണം. അത്രയധികം റോളിംഗ് സ്റ്റോക്കുകൾ നമ്മുടെ അടുത്ത് ഇല്ല. ഇനിയോ അമ്യുനേഷൻ, ആർട്ടിലറി അമ്യുനേഷൻ, ടൺസ് ആൻഡ് ടൺസ് ഓഫ് അമ്യുനേഷൻ ഇസ് റിക്വയർഡ്. അത്രയൊന്നും അമ്യുനേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമുക്ക് എപ്പോഴും ഒരു ഐഡിയ ഉണ്ടാവും. ഒരു യുദ്ധം വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പ്ലാൻ ചെയ്യുന്ന ഞങ്ങളുടെ മിലിറ്ററി ഭാഷയിൽ പറയും, ഒരു ഫസ്റ്റ് ലൈൻ, ഒരു സെക്കൻഡ് ലൈൻ, പിന്നെ 3 days WWR, വാർ വിത്ത് സ്റ്റേറ്റ് റൈറ്റ്, ആൻഡ് ഒരു മാക്സിമം 10 to 30 days ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. ഇത്ര അമ്യുനേഷനാണ് സാധാരണ നമുക്ക് വേണ്ടത്. ഡിപ്പെൻഡിങ് ഓൺ എത്ര കാലത്തിനാണ് യുദ്ധം നടക്കുന്നത്. ഇത്ര അമ്യുനേഷൻ നമ്മുടെ അടുത്തില്ല. ഈ അമ്യുനേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മുടെ ഷിപ്പുകളും എയർക്രാഫ്റ്റുകളും ഒക്കെ അന്ന് മേജർ ഓവറോളിങ് ആൻഡ് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. പക്ഷെ ആ സമയത്ത് ഇങ്ങനെയൊരു സിറ്റുവേഷനുണ്ട്. ഇനി അതിലും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളുടെ ജനങ്ങളെ ഒരു യുദ്ധത്തിനായിട്ട് മാനസികമായിട്ട് തയ്യാറാക്കണ്ടേ?